പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഇങ്ങ് പാകിസ്ഥാനിൽ ഒരാൾക്ക് വല്ലാത്തൊരു ഭയം. വേറെ ആർക്കുമല്ല, പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിനാണ് ഈ പേടി. ഇസ്രയേലും ഇന്ത്യയും ചേർന്ന് പാകിസ്ഥാനെ അങ്ങ് ഇല്ലാതാക്കുമെന്നും പാകിസ്ഥാൻ വെറും ഒരു സാമന്ത രാജ്യം, അടിമ രാജ്യമായി മാറുമെന്നും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ പുതിയ കണ്ടെത്തൽ. സ്വന്തം കഴിവുകേട് മറച്ചുവെക്കാൻ ലോകത്ത് എന്ത് നടന്നാലും അതിൽ ഇന്ത്യയും ഇസ്രയേലിനെയും കുറ്റം പറയുക എന്ന പാകിസ്ഥാന്റെ സ്ഥിരം തന്ത്രം തന്നെയാണ് ഇവിടെയും കാണാനാകുന്നത്. നിലവിലെ യുദ്ധത്തിൽ ഇസ്രയേൽ വിജയിച്ചാൽ പാകിസ്ഥാന്റെ കഥ കഴിയും എന്നാണ് പ്രതിരോധ മന്ത്രി പറയുന്നത്. യുദ്ധം ജയിക്കുന്നതോടെ ഇസ്രയേലിന്റെ സ്വാധീനം പാകിസ്ഥാന്റെ അതിർത്തി വരെ എത്തും. അങ്ങനെ വന്നാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഇറാൻ അതിർത്തിയിലൂടെ ഇസ്രയേലും ഒക്കെ ചേർന്ന് ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ തിരിയുമത്രേ. ഇത് രാജ്യത്തിന്റെ അതിർത്തികളെ അരക്ഷിതമാക്കുമെന്നും ശത്രുക്കളെ കൊണ്ട് പാകിസ്ഥാൻ വളയപ്പെടുമെന്നും അദ്ദേഹം വിലപിക്കുന്നു. അങ്ങനെ ഒടുവിൽ സാമന്ത രാജ്യമായി മാറുമെന്ന് അദ്ദേഹം ഭയക്കുന്നു. ഇറാനുമായി 900 കിലോമീറ്ററിലധികം നീളമുള്ള അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാന് ഇസ്രയേലിന്റെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന ഭയം ഈ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഇസ്ലാമിക ലോകത്തെ ബാധിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സയനിസ്റ്റ് ഗൂഢാലോചനയാണെന്നാണ് ഖ്വാജ ആസിഫ് ആരോപിക്കുന്നത്. ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായിട്ടും ഇസ്രയേൽ മനഃപൂർവ്വം യുദ്ധം അടിച്ചേൽപ്പിക്കുകയായിരുന്നെന്നും അദ്ദേഹം പരാതിപ്പെടുന്നു. തികഞ്ഞ വിരുദ്ധതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇറാൻ കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം തങ്ങളാണെന്ന് പാകിസ്ഥാൻ ഭയക്കുന്നു. ഇസ്രയേൽ ഭരണകൂടം ഔദ്യോഗികമായി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നെതന്യാഹു പരസ്യമായി അത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഒരു കൈയിൽ തീവ്രവാദികളെ പോറ്റി വളർത്തുന്ന പാകിസ്ഥാന്റെ മറുകൈയിലെ ആണവായുധങ്ങൾ ഇസ്രയേലും അമേരിക്കയും അധികകാലം വെച്ച് പൊറുപ്പിക്കില്ല എന്ന ആഗോള പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തലുകളാണ് അവരെ ശരിക്കും വിറപ്പിക്കുന്നത്. സ്വന്തം ചെയ്തികൾക്കുള്ള വലിയൊരു തിരിച്ചടി വൈകാതെ തങ്ങളെയും തേടിയെത്തുമെന്ന പാകിസ്ഥാന്റെ കുറ്റബോധം കൂടിയാണ് ഈ പേടിക്ക് പിന്നിൽ. ആഗോള സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് ഇത്തരം ശക്തികളാണെന്ന് പറയുമ്പോൾ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കും ഇസ്രയേലിനുള്ള വലിയ സ്വാധീനത്തെ കൂടിയാണ് പാകിസ്ഥാൻ പരോക്ഷമായി ഭയപ്പെടുന്നത്. അവരൊക്കെ വലിയ ടീമുകളാണ്, നമ്മളെ കൊണ്ട് കൂട്ടിയാലൊന്നും കൂടില്ല എന്നാണ് ഖ്വാജ ആസിഫ് പറഞ്ഞു വെക്കുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 25 കോടി പാകിസ്ഥാനികളും ഈ ഗൂഢാലോചന മനസ്സിലാക്കണമെന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഒരുതരം ഭീതി വ്യാപാരം നടത്തി സ്വന്തം ജനങ്ങളിൽ ഇന്ത്യ വിരുദ്ധ ഇസ്രയേൽ വിരുദ്ധ വികാരങ്ങൾ കുത്തിനിറയ്ക്കാൻ നോക്കുകയാണ്. ശനിയാഴ്ച അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് സംഘർഷം കൂടുതൽ രൂക്ഷമായെന്ന് നമുക്കറിയാം. ഇതിന് തിരിച്ചടിയായി ഇറാൻ മിസൈലുകൾ പ്രയോഗിച്ചതും ഹിസ്ബുള്ള യുദ്ധത്തിൽ ചേർന്നതും കാര്യങ്ങൾ വഷളാക്കിയിട്ടുണ്ടായിരുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾക്കിടയിലാണ് ഒരു ബന്ധവുമില്ലാത്ത പാകിസ്ഥാൻ തങ്ങളെ ഇന്ത്യ ആക്രമിക്കുമോ എന്ന ഭയത്തിൽ കഴിയുന്നത്. പേടി മാറ്റാൻ പാകിസ്ഥാന്റെ കയ്യിൽ അണുബോംബുണ്ടെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ച് സ്വയം സമാധാനിക്കുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇപ്പോൾ. ചുരുക്കത്തിൽ സ്വന്തം രാജ്യം സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോഴും പാകിസ്ഥാന്റെ പ്രധാന പേടി ഇന്ത്യയും ഇസ്രയേലിനെയുമാണ്. നയതന്ത്രപരമായും സൈനികപരമായും ഇന്ത്യയും ഇസ്രയേലും ലോകത്തിന് മുന്നിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കുമ്പോൾ ആഗോളതലത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട പാകിസ്ഥാന്റെ ഈ ഭയം തികച്ചും സ്വാഭാവികമാണ്. മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് പകരം സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് ഓർത്ത് അവർ ആശങ്കപ്പെടുന്നതാണ് കൂടുതൽ നല്ലത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.